കഴിഞ്ഞ ദിവസം യുക്രൈൻ ലക്ഷ്യമാക്കി കനത്ത ആക്രമണം റഷ്യ നടത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ യുഎസിനും ബ്രിട്ടനും ശക്തമായ മുന്നറിയിപ്പും പ്രസിഡന്റ് പുടിൻ നൽകി. ഇതോടെ ആക്രമണ ഭീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും. റഷ്യ യുഎസിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണോ? റഷ്യയുടെ പരസ്യ ഭീഷണിക്ക് പിന്നാലെ യുഎസ് ഇൻ്റലിജൻസ് വിഭാഗം പ്രതിരോധ വിഭാഗങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. റഷ്യയുടെ യുക്രൈൻ ആക്രമണം യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുക്രൈന് സഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടം റഷ്യയുടെ ഭീഷണി ഗൗരവത്തിലെടുത്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസിലെ സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷയും കൂട്ടിയിട്ടുണ്ട്. യുക്രൈനിൽ മാത്രമായി പുടിൻ ആക്രമണം ഒതുക്കില്ല എന്നാണ് വിലയിരുത്തൽ. യുക്രൈൻ റഷ്യ യുദ്ധം റഷ്യ യുഎസ് യുദ്ധമായി മാറുമോ എന്നാണ് ലോകത്തിൻ്റെ ആശങ്ക. പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് യുഎസ് ഇൻ്റലിജൻസ് വിഭാഗം ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. യുഎസിലെ നാഷണൽ കൗണ്ടർ ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സെൻറ്റർ പബ്ലിക് ബുള്ളറ്റിൻ പുറത്തിറക്കിയതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. FBI-യും പ്രതിരോധ വിഭാഗവും സംയുക്തമായി നവംബർ 22-നാണ് ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നാഷണൽ കൗണ്ടർ ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സെൻറ്റർ നൽകിയത്. യൂറോപ്പിനെതിരെ പുടിൻ ഉയർത്തിയ ഭീഷണിയാണ് ജാഗ്രതയ്ക്ക് കാരണം. യുക്രൈൻ്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് റഷ്യ നൽകിയത്. യുക്രൈൻ നഗരമായ നിപ്രോയിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈലാണ് റഷ്യ പ്രയോഗിച്ചത്. ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ആദ്യമായാണ് യുദ്ധത്തിൽ റഷ്യ ഈ മിസൈൽ ഉപയോഗിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തി. ബ്രിട്ടനെയും യുഎസിനെയും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് പുടിൻ നൽകുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചതായി പുടിൻ വെളിപ്പെടുത്തി. കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയും പുടിൻ നൽകി. യുക്രൈൻ യുദ്ധം ആഗോള സംഘർഷമായി വളർന്നെന്നും പുടിൻ പറഞ്ഞു. യുക്രൈൻ്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് റഷ്യ. യുഎസ് നിർമ്മിത ദീർഘദൂര മിസൈൽ കഴിഞ്ഞ ദിവസം റഷ്യയെ ലക്ഷ്യമിട്ട് തൊടുത്തിരുന്നു. ഇതാണ് 1000 ദിവസം നീണ്ട യുദ്ധത്തിൽ റഷ്യയെ ഏറെ പ്രകോപിപ്പിച്ചത്. പിന്നാലെ ആണവ യുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. റഷ്യയിലെ ആസ്ട്രഖാൻ മേഖലയിൽ നിന്ന് തൊടുത്ത മിസൈൽ 700 കിലോമീറ്റർ പിന്നിട്ടാണ് നിപ്രോയിലെത്തിയത്. ആക്രമണത്തിൽ വ്യവസായ സ്ഥാപനം തകരുകയും തീ പടരുകയും ചെയ്തു. RS-26 റുബേഷ് എന്ന ഭൂഖണ്ഡാന്തര മിസൈലാണിതെന്നാണ് റിപ്പോർട്ട്. 12 വർഷം മുമ്പ് റഷ്യ ആദ്യം വിജയകരമായി ഈ മിസൈൽ പരീക്ഷിച്ചിരുന്നു. മിസൈലിന് 12 മീറ്റർ നീളവും 36 ടൺ ഭാരവുമുണ്ട്. 800 കിലോഗ്രാം ആണവായുധം വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന് നേരെ ഇത്തരം മിസൈൽ റഷ്യ പ്രയോഗിക്കുന്നത്. പുതുക്കിയ ആണവ നയ രേഖയിൽ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് യുക്രൈൻ ലക്ഷ്യമാക്കിയുള്ള റഷ്യയുടെ ആക്രമണം. യുക്രൈനും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കടക്കമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗതമായി ആണവായുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ. മറ്റായുധങ്ങളും ഇവയ്ക്ക് വഹിക്കാനാവും. രാസായുധമായും ജൈവായുധമായും മിസൈൽ പ്രയോഗിക്കാനാവും. മിസൈൽ യുക്രൈനിൽ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യാഴാഴ്ച രാവിലെ യുക്രൈൻ വ്യോമസേന പ്രസ്താവനയിൽ പറഞ്ഞു. ഭൂഖണ്ഡാന്തര മിസൈലുകൾക്ക് പുറമെ ഹൈപ്പർസോണിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും റഷ്യ യുക്രൈനിലേക്ക് തൊടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.